ഇനി രക്ഷാപ്രവർത്തനത്തിന്റെ കാഴ്ചയിലേക്കാണ്. വീടിനുള്ളിൽ അബദ്ധത്തിൽ കുടുങ്ങിപ്പോയ ഒരു കുട്ടിയെ രക്ഷിക്കുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ വീഡിയോ ഇപ്പോൾ വൈറലാണ്. പാലക്കാട് ആലത്തൂരിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവരുന്നത്. കുട്ടി വല്ലാതെ ഭയന്നു പോയപ്പോൾ ഫയർഫോഴ്സ് അനുനയിപ്പിച്ച് ഒപ്പം നിർത്തി. മറ്റുദ്യോഗസ്ഥർ വേഗം തന്നെ വീടിന്റെ വാതിൽ പൊളിച്ച് കുട്ടിയെ രക്ഷിക്കുകയും ചെയ്തു. ആദ്യം ദൃശ്യങ്ങൾ കാണാം. രക്ഷാപ്രവർത്തനത്തിന്റെ നല്ല കാഴ്ചകൾ നമ്മൾ തന്നെ നിരവധി തവണ തത്സമയ റിപ്പോർട്ടറിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. അതിലെല്ലാറ്റിലും നമുക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഒരു ചെറിയ പ്രശ്നം വന്ന് വിളിച്ചാൽ തന്നെ ഓടി വരും. കൂടുതലായി എന്താണ് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചറിയാതെ ഓടി വന്ന് അവിടെ പ്രശ്നം എന്താണോ അത് പരിഹരിച്ച് മടങ്ങി പോവുക എന്നുള്ളതാണ് ഫയർഫോഴ്സിന്റെ ദൗത്യം. അതെന്തായാലും ഗംഭീരമായി തന്നെ നിർവഹിച്ചിട്ടുണ്ട്. ഗൂഗിൾ VS ചേരുന്നുണ്ട് തത്സമയം. ഗൂഗിൾ, ഫയർഫോഴ്സ് എവിടെ ചെന്നാലും താരമാണല്ലോ. ഇപ്പോൾ ആ കുഞ്ഞതാ കരഞ്ഞ് പേടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ആശ്വസിപ്പിച്ച് അടുത്തുകൂടി ചേർത്ത് നിർത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിച്ച ഒരു കാര്യം. ആ വലിയ മനസ്സിനൊരു കയ്യടി കൊടുക്കണം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഓടിയെത്തി കൃത്യസമയത്ത്. ഒരു കുഞ്ഞുങ്ങൾ വരുത്തി വയ്ക്കുന്ന ഓരോ അബദ്ധങ്ങളും ഇങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെയാണ്. പക്ഷെ ഓടിയെത്തിയ കുഞ്ഞിനെ രക്ഷിച്ചു എന്നുള്ളതാണ്. ഫയർഫോഴ്സ് എന്തായാലും സൂപ്പർ സ്റ്റാറുകളാണല്ലേ. ഈ യൂണിഫോംഡ് ഫോഴ്സുകളിൽ 0% ഹേറ്റേഴ്സുള്ള, അതായത് ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരേ ഒരു യൂണിഫോംഡ് ഫോഴ്സാണ് ഫയർഫോഴ്സ് എന്ന് പറയാറുണ്ട്. അതിപ്പോൾ കൂടി തെളിയിച്ചിരിക്കുകയാണ്. കാരണം 2 വയസ്സുകാരിയായ ഒരു കുട്ടി, അവന്തിക എന്നാണ് ആ കുഞ്ഞു മോളുടെ പേര്. ആ കുഞ്ഞു മോൾ അബദ്ധത്തിൽ വീടിൻ്റെ ഉള്ളിൽ പെട്ടു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുത്തശ്ശി പുറത്തു പോയ സമയത്ത് വീടിൻ്റെ അകത്തുനിന്ന് പൂട്ടിയിട്ടാണ് പോയത്. പിൻവശത്തെ ഗ്രില്ല് തുറന്നിട്ടിരുന്നു. ഈ കുട്ടി ആ അബദ്ധത്തിൽ ഈ ഗ്രില്ല് അടയ്ക്കുകയും കുറ്റിയിടുകയും ചെയ്തു. പക്ഷേ ഈ കുട്ടിക്ക് തിരിച്ച് ഈ കുറ്റി തുറക്കേണ്ടത് എങ്ങനെയാണെന്നറിയില്ല, പുറത്തു വരേണ്ടത് എങ്ങനെയാണെന്നറിയില്ല. കുട്ടി അങ്ങനെ കരഞ്ഞ് നിലവിളിച്ചിരിക്കുകയായിരുന്നു. മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല, നാട്ടുകാർ നോക്കിയിട്ട് നടക്കുന്നില്ല, ആർക്കും ഗ്രില്ല് തുറക്കാൻ പറ്റുന്നില്ല. കുട്ടിയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുക. കുട്ടിക്ക് പറഞ്ഞിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. 2 വയസ്സല്ലേ പ്രായമുള്ളൂ, ചെറിയ കുട്ടിയാണല്ലോ. ആ കുട്ടിക്ക് അത്ര പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. ഒടുവിൽ ഇവർ ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് വളരെ പെട്ടെന്നെത്തി ആ ഗ്രില്ല് തുറന്ന് ആ കുട്ടിയെ രക്ഷിക്കുന്ന ദൃശ്യങ്ങളാണിത്. ഇതിൽ ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി കൂടുതൽ പാനിക് ആവാതിരിക്കാൻ വേണ്ടി 2 ഉദ്യോഗസ്ഥർ ആ കുട്ടിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റുദ്യോഗസ്ഥർ ചെന്ന് പിന്നിലെ ആ പൂട്ട് പൊളിച്ച് അകത്തേക്ക് കയറുന്നുണ്ട്. അതാണ് ആ ഒരു വീഡിയോയിൽ ഏറ്റവും രസമുള്ള മറ്റൊരു കാഴ്ച കൂടി. ഏതായാലും ഫയർഫോഴ്സ് പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത്, അതായത് നമ്മൾക്കൊക്കെ ഫയർഫോഴ്സ് എന്ന് പറയുമ്പോൾ തീപിടുത്തം ഉണ്ടാകുമ്പോൾ വിളിക്കാനുള്ളൊരു സേന എന്നുള്ള രീതിയിലാണ് പലരും കാണുന്നത്. പക്ഷെ അതല്ല, എല്ലാ തരത്തിലുള്ള റെസ്ക്യൂ നമ്മൾ ചെയ്യും. ഇവിടെ എന്തും പോകും, എന്ത് പണിയെടുക്കും, അതാണ് പോകും എന്നുള്ളത് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം. കൃത്യമായ ഒരു പ്രശ്നം വന്ന് നമ്മൾ വിളിച്ചാൽ വേഗം തന്നെ ഓടിയെത്തും. നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലായി ചോദ്യമോ പറച്ചിലൊന്നുമില്ല, ഓടി വന്ന് രക്ഷിക്കുക, അതേപോലെ തന്നെ സന്തോഷത്തിൽ തിരിച്ചു പോകുക എന്നുള്ളതാണ്.